നമസ്കാരം. രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചത്. അദ്ദേഹം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച സമയത്തിനുള്ളിൽ തന്നെ അത് ചെയ്യുകയും ചെയ്തു. ബാറ്റൺ അതിഷിക്ക് കൈമാറിക്കൊണ്ട് ഡൽഹിയിലെ കേവലം MLA ആയി ഒതുങ്ങുമോ അരവിന്ദ് കെജ്രിവാൾ എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. എന്നാൽ അതിന് തീരെ സാധ്യതയില്ല. കാരണം രാഷ്ട്രീയത്തിലെ ചാണക്യന്മാരെ പോലും മലർത്തി അടിച്ചുകൊണ്ട് 3 തവണ ഡൽഹിയുടെ ഭരണസാരഥ്യം നേടിയെടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതുപോലും രാഷ്ട്രീയ തന്ത്രമായാണ് ഡൽഹി നിരീക്ഷകരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ലക്ഷ്യം. മദ്യനയ അഴിമതി കേസിൽ താൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മാസങ്ങളോളം ജയിലിൽ കിടന്നത് കാരണം ജനങ്ങൾക്കിടയിലുണ്ടായ അവമതിപ്പും ആശയക്കുഴപ്പവും പരിഹരിച്ച് ആം ആദ്മി പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സുസജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പാർട്ടി ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ ഇനി കടക്കുക. താഴെ തട്ടുവരെ ഇറങ്ങി പ്രവർത്തിച്ച് പ്രതിച്ഛായ വീണ്ടെടുക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. പദയാത്രകൾ, പൊതുയോഗങ്ങൾ, റാലികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ 100 ദിന കർമ്മ പദ്ധതി ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിപാടികളിൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പം കൈകോർക്കുമെന്നും ആം ആദ്മി പാർട്ടി വൃത്തങ്ങളൊക്കെ പറയുന്നു. കൂടാതെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലും അരവിന്ദ് കെജ്രിവാൾ സജീവമാകും. തനിക്ക് സമാനമായി ജയിലിൽ കിടന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായി ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ സഖ്യമുണ്ടാക്കാനുള്ള നീക്കങ്ങൾക്കും കെജ്രിവാൾ ചുക്കാൻ പിടിക്കും.